നമസ്കാരം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് CBSE ഗ്രേഡ് 10th ഇലക്ട്രിസിറ്റി എന്നൊരു ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാർജസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇലക്ട്രിക് കറൻ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഫോർ ദ അപ്കമിംഗ് ക്ലാസ്സസ്. Then today's topic is the electric potential and potential difference. The last class we discussed about the charges and electric current. Then we know that the motion of charges creates current. Then how does the electric charges flow? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ, അതായത് ഇലക്ട്രിക് കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചാർജസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക് കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ ചാർജസ് ഫ്ലോ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മളൊരു മെറ്റാലിക് കണ്ടക്ടർ എടുക്കുക, ഒരു സപ്പോസ് ഒരു കോപ്പർ വയറോ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടർ വെറുതെ വെച്ചിരുന്നാൽ അതിൽ ചാർജിൻ്റെ ഫ്ലോ ഉണ്ടാവുമോ? ഇല്ലല്ലോ. അതിലേക്ക് ഒരു എക്സ്റ്റേണൽ സോഴ്സോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ നമ്മളവിടെ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ കണ്ടക്ടറിലേക്ക് എന്നാൽ അല്ലെങ്കിൽ ആ കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റി ഉണ്ടാകത്തുള്ളൂ, അതായത് ചാർജസ് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു രണ്ട് ഫിഗർ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഇവിടുത്തെ ഒരു യു ഷേപ്പിലുള്ള രണ്ട് ട്യൂബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ട്യൂബിൽ എ ബി എന്ന് പറഞ്ഞ രണ്ട് സെക്ഷൻ ഉണ്ട്. ആ ട്യൂബിന് ആദ്യത്തെ ട്യൂബിൽ എയുടെയും ബിയുടെയും ലെവൽ അവിടെ വെള്ളം ഫില്ല് ചെയ്തിരിക്കുകയാണ് രണ്ടിലും. അപ്പം ആദ്യത്തെ ട്യൂബിൽ എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ആ രണ്ട് സെക്ഷനിലും ഉണ്ടാകുന്ന വാട്ടർ ലെവൽ എങ്ങനെയാണ്? സെയിം ആണ് അല്ലേ? അതിന് നടുക്കായിട്ട് എന്താണ് ഒരു വാൽവ് നമ്മൾ വെച്ചിട്ടുണ്ട്. ദെൻ ആ വാൽവ് നമ്മളങ്ങ് ഓപ്പൺ ആക്കുക. വാൽവ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാട്ടർ നോർമലി ഫ്ലോ ചെയ്യും. പക്ഷേ ഇവിടെ വാട്ടർ ലെവൽ, അതായത് എ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ക്രോസ് സെക്ഷനിലും ബി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ക്രോസ് സെക്ഷനിലും വാട്ടർ ലെവൽ എങ്ങനെയാണ്? സെയിം ആണ്. അപ്പോൾ നമ്മൾ ആ വാൽവ് ഓപ്പൺ ആയി കഴിഞ്ഞാലും എന്താണ് വെള്ളം അവിടെ ഫ്ലോ ചെയ്യുമോ? ഇല്ലല്ലോ, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ശരിയാണല്ലോ. ദെൻ സെക്കൻഡ് ഫിഗർ നോക്കുക. സെക്കൻഡ് ഫിഗറിൽ നോക്കിയാൽ എന്താണ്? എ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു എൻഡിൽ എങ്ങനെയാണ് വാട്ടർ ലെവൽ ഇച്ചിരി ഹൈയിലാണ് നിൽക്കുന്നത്, ലെവൽ ഇച്ചിരി കൂടി നിൽക്കുന്നു. ബി എന്ന് പറഞ്ഞിരിക്കുന്ന നോർമൽ ലെവലിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ വാൽവ് അങ്ങ് ഓപ്പൺ ആവുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ സൈഡിൽ എങ്ങനെയാണ് വാട്ടർ ലെവൽ കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സൈഡിൽ നിന്ന് വെള്ളം ഫ്ലോ ചെയ്യാൻ തുടങ്ങും അല്ലേ? വെള്ളം ഫ്ലോ ചെയ്തിട്ട് രണ്ട് ലെവലും ഒരുപോലെ ആവുന്നത് വരെ ഫ്ലോ ചെയ്യും. ശരിയല്ലേ? അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഏതൊരു വസ്തുക്കളാണെങ്കിലും, ഇപ്പോൾ എയറിലാണെങ്കിലും കൂടെ എന്താണ് എയർ ഫ്ലോ ഉണ്ടാണല്ലോ. എയർ ഫ്ലോ ഉണ്ടാണെങ്കിലും അവിടെ എന്താണ് ഒരു എനർജിയുടെ അല്ലെങ്കിൽ ഒരു എനർജി ലെവലുണ്ടല്ലോ, ആ എനർജി ലെവലിന് ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടു രണ്ടിൻ്റെയും എനർജി ലെവൽ എങ്ങനെയാണ്, ആ ലെവൽ എങ്ങനെയാണ്? സെയിം ആണ്. അതുകൊണ്ട് അവിടെ ഫ്ലോ ഒന്നും സംഭവിക്കുന്നില്ല. അതേസമയം രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ്? ഒന്നിലെ ലെവൽ കൂടുതലാണല്ലേ, അപ്പം എനർജി ലെവലിന് നമ്മൾ ഡിഫറൻസ് വന്നു. ആ എനർജി ലെവലിൽ ഡിഫറൻസ് വന്നപ്പോൾ അല്ലെങ്കിൽ ആ വാട്ടർ ലെവലിന് അവിടെ ഡിഫറൻസ്, വാട്ടർ ലെവൽ ഉദ്ദേശിക്കുന്ന ആ എനർജി ലെവൽ തന്നെയാണ്. ആ എനർജി ലെവലിന് ഡിഫറൻസ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വെള്ളം ഫ്ലോ ചെയ്തു. ശരിയല്ലേ? അപ്പം ഏതൊരു വസ്തുവാണെങ്കിലും അത് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ ഒരു എനർജി ലെവൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. മനസ്സിലായി? ഇപ്പം എയർ ആണെന്നുണ്ടെങ്കിൽ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈ പ്രഷർ എനർജിയിൽ നിന്നും ലെവലിൽ നിന്നും ലോ പ്രഷർ എനർജി ലെവലിലേക്കാണ് എയർ ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാമല്ലോ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടല്ലോ. ഈ വാട്ടർഫോൾസ് എങ്ങനെയാണ്? ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിന്നും താഴേക്കാണ് വീഴുന്നത് അല്ലേ? മുകളിൽ നിന്നും താഴേക്കാണ്, താഴെ നിന്നും മുകളിലേക്ക് പോകുന്നില്ല. ശരിയല്ലേ? അപ്പം ഹൈ പൊട്ടൻഷ്യലിൽ നിന്നും അല്ലെങ്കിൽ ഹൈ ലെവലിൽ നിന്നും എനർജി ലെവലിൽ നിന്നും ലോ ലെവലിലേക്കാണ് ഏത് തരത്തിലുള്ള ഫ്ലോയും നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഏതൊരു വസ്തുവിനും എനർജി ലെവൽ ഡിഫറൻസ് ആയിരുന്നാൽ മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഫ്ലോ നടക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ദർ ഷുഡ് ബി എ ഡിഫറൻസ് ഇൻ എനർജി ലെവൽ ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇഫ് എനി ടൈപ്പ് ഓഫ് ഫ്ലോ ഈസ് ടു ഒക്കർ. ഏത് തരത്തിലുള്ള ഫ്ലോ ഒക്കർ ചെയ്യണമെങ്കിലും എന്താണ് അവിടെ ഒരു എനർജിയുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ആ രണ്ട് പോയിന്റിൻ്റെയും ഇടയിൽ ഒരു എനർജി ലെവലിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. എയർ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും അതുപോലെ തന്നെ കണ്ടക്ടർ ഉണ്ടല്ലോ. ഇപ്പം കണ്ടക്ടറിലാണെങ്കിലും ആ ഒരു ഡിഫറൻസ് ഉണ്ടായി, രണ്ട് എൻഡിലും ഒരു എനർജി ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഈ കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടക്ടേഴ്സിനെ കുറിച്ചല്ലേ, അപ്പോൾ ഈ കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു സൈഡിലുള്ള എനർജി ആയിരിക്കില്ല മറ്റൊരു സൈഡിലുണ്ടാകുന്ന എനർജി. ആ ഡിഫറൻസ് വന്നാൽ അവിടെ ഒരു എനർജി ഡിഫറൻസ് വന്നാൽ മാത്രമേ ഉള്ളൂ അവിടെ എന്ത് സംഭവിക്കത്തുള്ളൂ? ചാർജ് ഫ്ലോ ചെയ്യത്തുള്ളൂ. ചാർജ് ഫ്ലോ ചെയ്താലേ അവിടെ കറണ്ട് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഏതൊരു വസ്തുവും ഫ്ലോ ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ എനർജി ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം, ഒരു ഇലക്ട്രിക് പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പം ഈ ചാർജ് അവിടെ ഫ്ലോ ചെയ്യണം. ചാർജ് ഫ്ലോ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യണം. സപ്പോസ് ഇതൊരു എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്. അപ്പം ഈ
പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് ചാർജ് ഫ്ലോ ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്താണ് അവിടെ ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ, ഇലക്ട്രിക് കറണ്ട് അവിടെ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിൽ ഒരു എനർജി ഉണ്ട്, അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പം ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റിലുണ്ടാകുന്ന കണ്ടക്ടേഴ്സിൻ്റെ കേസിലാകുമ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് പറയാം. അപ്പം അവിടെ ഉണ്ടാകുന്ന ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയുടെ എമൗണ്ടിനെ നമുക്ക് പറയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ്, ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകും ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇപ്പോൾ ഇവിടെ ഒരു എനർജി ഉണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ്, എനർജി ഡിഫറൻസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ടു പോയിന്റ്സ് in a circuit is known as a പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ചാർജസിനെ ഫ്ലോ ചെയ്യണം അല്ലേ. ചാർജസിനെ ഫ്ലോ ചെയ്യണമെങ്കിൽ വെറുതെ ഫ്ലോ ചെയ്യുമോ? ഇല്ലല്ലോ, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ഒരു എനർജിയോ എന്തെങ്കിലും കൊടുക്കണം. ആ എനർജി ഇവിടെ കൊടുക്കുന്നത് വർക്കായിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ കൊടുക്കുന്ന എനർജി വർക്കായിട്ടാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് എ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചാർജിനെ ഫ്ലോ ചെയ്യണം, അല്ലെങ്കിൽ ചാർജിനെ മൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്തുമാത്രം വർക്ക് കൊടുക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ എന്തുമാത്രം നമ്മളവിടെ വർക്ക് കൊടുക്കണം, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ അവിടെ എന്താണ് ചാർജ് ഫ്ലോ ചെയ്യത്തുള്ളൂ അല്ലേ. രണ്ട് പോയിന്റിനിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം, എങ്കിലേ ഉള്ളൂ ചാർജ് ഫ്ലോ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചാർജ് ഫ്ലോ ചെയ്താലേ ഉള്ളൂ കറണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോഴും ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യലിലേക്കായിരിക്കും. ഹൈ പൊട്ടൻഷ്യൽ ലെവലിൽ നിന്നും ലോ പൊട്ടൻഷ്യൽ ലെവലിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് എ വോൾട്ട്. ദാറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ക്യാപിറ്റൽ വി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അലസാൻഡ്രോ വോൾട്ട എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, അദ്ദേഹമാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ സ്റ്റഡീസ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ വി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെർഫോർ ദ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു എന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. ദാറ്റ് ഈസ് എ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം one point to another. That is a potential difference. V is equal to W by Q. ഇനി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു 1 വോൾട്ട് ആവും. എപ്പോഴാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആവുന്നത്? ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആവുന്നത് ഒരു 1 കൂളംബ് ചാർജ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു 1 ജൂള് വർക്ക് കൊടുക്കണം. 1 ജൂള് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, അതായത് 1 കൂളംബ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ അവിടെ ഒരു 1 ജൂള് വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാവും? 1 വോൾട്ട് ആവും. മനസ്സിലായോ? ദാറ്റ് ഈസ് 1 joule of work is done to move 1 coulomb charge from one point to another. Therefore, the potential difference between two points is 1 volt. അത് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആവുന്ന എപ്പോഴാണ്? ദാറ്റ് ഈസ് 1 joule of work is done to move 1 coulomb charge from one point to another. Therefore, the potential difference between two points is 1 volt. The unit of potential difference is volt. Clear ആയല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി നമ്മൾ പറഞ്ഞു ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകണമെന്ന് പറഞ്ഞു. സപ്പോസ് ഞാനിവിടെ ഒരു സർക്യൂട്ട് വരയ്ക്കണം. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ദെൻ ഇവിടെ ഒരു ബൾബും ഉണ്ട്. ദെൻ ഈ സ്വിച്ച് നമ്മളിവിടെ ക്ലോസ്ഡ് ആക്കി. സ്വിച്ച് ഒരു ക്ലോസ്ഡ് ആയി കഴിയുമ്പോൾ ഇവിടെ എങ്ങനെയാണ്? ബൾബ് ഗ്ലോ ചെയ്യുമോ? ഇല്ലല്ലോ. അതിന് കാരണം എന്താണ്? ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താണ് അവിടെ കറണ്ട് ചാർജ് ഫ്ലോ ചെയ്തിട്ട് കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നുമില്ല, ഒരു സ്വിച്ചും ഒരു ബൾബും മാത്രമേ ഉള്ളൂ. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ വേണം. എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ കൊടുക്കണം. ആ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണ് നമുക്ക് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പം ആ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് എ സെല്ല്.
ക്ലിയർ ആയല്ലോ, സെൽ ഓർ ബാറ്ററി. അപ്പോൾ കൊടുക്കുന്ന ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സ് വേണം, ദാറ്റ് ഈസ് എ സെൽ. അപ്പോൾ ഒരു സെല്ല് വഴിയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കിട്ടുന്നത്. ഒരു സർക്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയലിലേക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കിട്ടുന്നത് എങ്ങനെയാണ്? സെല്ല് വഴിയാണ്. സെല്ല് അറിയാമല്ലോ, കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കും. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ്. പലതരത്തിലുള്ള സെൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, ഗാൽവാനിക് സെല്ല്, ഡാനിയൽ സെല്ലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഈ സെല്ലിലൊക്കെ എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻസ് നടന്നു കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ആ രണ്ട് ടെർമിനലിനും, സെല്ലിൻ്റെ രണ്ട് ടെർമിനലിനും അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് ഇവിടെ ആ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പം അത് ആ സെല്ലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈ സർക്യൂട്ടിലേക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടെ ചാർജസ് ഫ്ലോ ചെയ്യുന്നു. ദെൻ അവിടെ ഇലക്ട്രിക് കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. ഇനി ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ മെഷർ ചെയ്യണം. മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, ദാറ്റ് ഈസ് എ വോൾട്ട്മീറ്റർ. Voltmeter is a device used to measure the potential difference between two points. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ എവിടെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്, അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ദാറ്റ് ഈസ് എ വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിമ്പൽ ഇങ്ങനെയാണ്. ദിസ് ഈസ് എ വോൾട്ട്മീറ്ററിൻ്റെ ഫിഗറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പോസിറ്റീവ് ടെർമിനലും ഉണ്ടാകും, നെഗറ്റീവ് ടെർമിനലും ഉണ്ടാകും. നമ്മൾ അമീറ്ററിൽ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് ടെർമിനലുണ്ട്, നെഗറ്റീവ് ടെർമിനലുണ്ട്. പോസിറ്റീവ് ടെർമിനൽ മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സെൽ ആൻഡ് ദ നെഗറ്റീവ് ടെർമിനൽ മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി സെൽ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ വോൾട്ട്മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിൽ പാരലായിട്ട് വേണം കണക്ട് ചെയ്യാൻ. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എവിടെയാണോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് അതിന് എക്രോസ് ആയിട്ട് വേണം നമ്മൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഓർത്തിരിക്കുക, ദാറ്റ് ഈസ് എ വോൾട്ട്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് അക്രോസ് ദ പോയിന്റ്സ് വെയർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ടു ബി മെഷേർഡ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എവിടെയാണ് മെഷർ ചെയ്യേണ്ടത് അതിന് എക്രോസ് ആയിട്ട് വേണം, ആ പോയിന്റ്സിന് എക്രോസ് ആയിട്ട് വേണം നമുക്ക് വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. വോൾട്ട്മീറ്റർ സിമ്പിൾ ഇതാണ്. ക്ലിയർ ആയല്ലോ. ദാറ്റ് ഈസ് എ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഓർത്തിരിക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ എനർജി ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണ്, രണ്ട് പോയിന്റിനിടയിൽ ഉണ്ടാകുന്ന എനർജി ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് charge from one point to another. That is a potential difference, that is V is equal to W by Q. Then potential difference between two points is to be 1 volt. If 1 joule of work is done to move 1 coulomb charge from one point to another, then the potential difference between two points is 1 വോൾട്ട്. എൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്, ജൂൾ പെർ കൂളമ്പ് തന്നെയാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ SI യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഓർത്തിരിക്കുക, SI യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ട്. ദെൻ ഇക്വേഷൻ എങ്ങനെയാണ്? V is equal to W by Q. വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം one point to another, that is a potential difference. Then the device used to measure the potential difference is voltmeter. ഓർത്തിരിക്കുക, voltmeter should be connected across the points where the potential difference is to be measured. അതുപോലെ തന്നെ വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എങ്ങനെയാണ്? must be connected to the positive terminal of the cell. The negative terminal must be connected to the negative terminal of the cell. The symbol of voltmeter is this one. Electric potential difference. The electric potential difference is defined as the work done to move a unit charge from one point to another in an electric circuit. That is, V is equal to W by Q. There should be a potential difference between two points of a conductor if there is to be a flow of current between them. Current flows from a point of high electric potential to a point of low electric potential. The SI unit of electric potential is volt. Voltmeter is a device used to measure this. It should be connected across the points where the potential difference is to be measured. 1 volt is the potential difference between two points in a current carrying conductor when 1 joule of work is done to move a charge of 1 coulomb from one point to another. നെക്സ്റ്റ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രാം. നമ്മൾ പലതരത്തിലുള്ള സർക്യൂട്ട് ഡയഗ്രാം കണ്ടായിരുന്നു, ബൾബ് ഉപയോഗിച്ചിട്ടുള്ളതും സെല്ലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള. അപ്പം അതെല്ലാം ഓരോ കമ്പോണൻസ് ആണ്. അപ്പോൾ ആ കമ്പോണൻസിനെ അതിൻ്റെ സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ദാറ്റ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഓരോ കമ്പോണൻസിനും ഓരോ സിമ്പിൾസ് ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ആദ്യമായിട്ട് ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ സെല്ലിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇങ്ങനെയാണ് നമ്മൾ സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് ഈസ് ദ ബാറ്ററി. ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ്. സെൽസ് കൂടുമ്പോഴാണ്, സെൽസിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ സെൽസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ബാറ്ററി എന്ന് പറയാം. അപ്പോൾ അത് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാറ്ററിയുടെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഒരു സെല്ലുണ്ടാവും, ദെൻ അടുത്ത സെല്ല്, അങ്ങനെ എത്ര സെൽസ് ഉണ്ടോ അതെല്ലാം കൂടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് ദാറ്റ് ഈസ് എ ബാറ്ററി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇതാണ് ബാറ്ററിയുടെ സിമ്പൽ. ഇനി ഒരു കീ അല്ലെങ്കിൽ സ്വിച്ച് അത് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് ക്ലോസ് ചെയ്തിട്ടില്ല, ഓപ്പൺ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് രീതി കാണിക്കാറുണ്ട്. ഒന്ന് ഇങ്ങനെ ഒരു രീതിയിലും ഉണ്ട്, ദിസ് ഈസ് ഓപ്പൺ സ്വിച്ച് ആണ്. അല്ലെങ്കിൽ വേറൊരു രീതിയിലും ഉണ്ട്, ഇങ്ങനെ ഈ രീതിയിലും കാണിക്കാറുണ്ട്. ഇതൊരു കീയുടെ സിമ്പിൾ. ഇത് രണ്ടും കീയുടെ സിമ്പിളാണ്. കീ അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ സിമ്പിളാണ് അത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ. ഇനി ആ കീ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കീ ആണെന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ഈ രീതിയിലാണെങ്കിൽ ഇവിടെ ഒരു ഡോട്ട് കാണും. ദെൻ ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് ജോയിൻ ചെയ്തിരിക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ക്ലോസ്ഡ്, അവിടെ കണക്റ്റഡ് ആണ്. ക്ലോസ്ഡ് എന്ന് വെച്ചാൽ കണക്റ്റഡ് ആണ്. ദെൻ ഒരു വയർ ഉണ്ടല്ലോ, വയർ ജോയിൻ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന വയറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു ഇങ്ങനെ ഡോട്ട് കാണും. ഇങ്ങനെ ഡോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വയർ ഇതുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുക എന്നാണ് മീൻ ചെയ്തിരിക്കുന്നത്. ഇനി അൺജോയിൻഡ് ആണ്, ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. ഈ വയർ ഇങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ പുറമേ കൂടി ഇത് പോകുന്നു. ഇത് തമ്മിൽ കണക്ഷൻ ഇല്ല, ഈ രണ്ട് വയേഴ്സ് തമ്മിൽ കണക്ഷൻ ഇല്ല എന്നാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം വിത്തൗട്ട് ജോയിനിങ്, അത് ജോയിൻ ചെയ്തിട്ടില്ല എന്ന് ഇങ്ങനെ കാണിക്കും. അത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ സിമ്പലും കാണിക്കും. ദെൻ ബൾബാണെന്നുണ്ടെങ്കിൽ ബൾബിൻ്റെ സിമ്പൽ നമ്മൾ കുറേ പ്രാവശ്യം വരച്ചായിരുന്നു. ഇങ്ങനെയായിരിക്കും ബൾബ്, ഇങ്ങനെ ഒരു ഇത് കാണും. ഇപ്പം ഇങ്ങനെ ഒരു സിമ്പൽ ഉണ്ടെങ്കിൽ അതെന്താണ്? ഇലക്ട്രിക് ബൾബാണ്. ദെൻ റെസിസ്റ്ററിൻ്റെ സിമ്പൽ ഇതാണ് ഒരു റെസിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. റെസിസ്റ്ററിൻ്റെ സിമ്പൽ. റെസിസ്റ്ററിന് പല തരത്തിലുണ്ട്. വേരിയബിൾ റെസിസ്റ്റർ ഉണ്ട്. അതായത് ഇതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അതേസമയം വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള റെസിസ്റ്ററിനെയാണ് വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് എന്നൊക്കെ പറയും. വേരിയബിൾ റെസിസ്റ്ററും റിയോസ്റ്റാറ്റിലും എങ്ങനെയാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ സിമ്പൽ കാണും. ദെൻ ഇവിടെ ഇങ്ങനെ ഒരു ഇതും കാണും. ഇത് വേരിയബിൾ റെസിസ്റ്റർ. അതുപോലെ തന്നെ മറ്റൊരു വേരിയബിൾ റെസിസ്റ്ററാണ്, അത് റിയോസ്റ്റാറ്റ് എന്ന് പറയും. റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഇതും കാണും. ദിസ് ഈസ് എ റിയോസ്റ്റാറ്റ്. അത് റിയോസ്റ്റാറ്റിന് ഒരു 3 ടെർമിനൽസ് കാണും. രണ്ട് സൈഡിലും 2 ടെർമിനൽസ് കാണും. പിന്നെ മുകളിലൊരു ടെർമിനൽ കാണും. റിയോസ്റ്റാറ്റ്, ദിസ് ഈസ് എ റിയോസ്റ്റാറ്റ്. ദെൻ അമീറ്റർ നമ്മൾ കണ്ടായിരുന്നു. അമീറ്ററിൻ്റെ സിമ്പൽ ക്യാപിറ്റൽ എ ആയിരിക്കും. ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ദെൻ വോൾട്ട്മീറ്റർ ഇങ്ങനെ ഇതുണ്ടാവും. വോൾട്ട്മീറ്റർ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ദെൻ വോൾട്ട്മീറ്ററിൻ്റെ സിമ്പൽ ഇതാണ്. ദെൻ വേറൊരു ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. ഗാൽവനോമീറ്റർ എന്നൊരു ഡിവൈസ് ഉണ്ട്. അത് ക്യാപിറ്റൽ ജി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഗാൽവനോമീറ്റർ അതിനുണ്ടാകും പോസിറ്റീവ് നെഗറ്റീവ്. ഗാൽവനോമീറ്റർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സർക്യൂട്ടിലെ ചെറിയ വാല്യൂസ് കറണ്ട് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ കറണ്ട് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സാധാരണയായിട്ട് സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്ന കമ്പോണൻസിൻ്റെ ഒക്കെ സിമ്പിൾസ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രം തന്നു കഴിഞ്ഞാൽ ഈ ഓരോ സിമ്പിൾസും എന്തിനു വേണ്ടിയാണ്, ഏത് ഡിവൈസാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ, പ്രാക്ടിക്കലൊക്കെ വരുമ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രം ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഏത് ഡിവൈസാണ് അവിടെ കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എ ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കണ്ടക്ടർ.
ഒരു കണ്ടക്ടറിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലോ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? നമ്മൾ പറഞ്ഞു സെല്ല് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബാറ്ററി ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ബാറ്ററി കൺസിസ്റ്റിംഗ് ഓഫ് വൺ ഓർ മോർ സെൽസ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ കണ്ടക്ടർ. Next question, what is mean by saying that the potential difference between 2 points is 1 volt? രണ്ട് പോയിന്റിൽ ഇടയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആണ് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ദാറ്റ് ഈസ് when 1 joule of work is done to move a charge of 1 coulomb from one point to another, it is said to that the potential difference between 2 points is 1 volt. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദാറ്റ് ഈസ് how much energy is given to each coulomb of ചാർജ് പാസിങ് ത്രൂ എ 6 വോൾട്ട് ബാറ്ററി. ഒരു 6 വോൾട്ട് ബാറ്ററിയിൽ ഓരോ കൂളമ്പ് ചാർജും പാസ് ചെയ്യാൻ വേണ്ടി അവിടെ എന്തുമാത്രം എനർജി നമ്മളവിടെ കൊടുക്കണം, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് 6 വോൾട്ട് തന്നിട്ടുണ്ട്, ഓരോ കൂളമ്പും ആണ് ചാർജ് അല്ലേ പാസ് ചെയ്യുന്നത്, അപ്പോൾ ചാർജ് തന്നിട്ടുണ്ട്, ഒരു കൂളമ്പും തന്നിട്ടുണ്ട്. അപ്പം ഓരോ കൂളമ്പ് ചാർജ് പാസ് ചെയ്യാൻ അവിടെ എന്തുമാത്രം എനർജി വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എനർജി നമുക്കറിയാം, എനർജി ഏതാണ്? വർക്കാണല്ലോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ V is equal to W/Q ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതാണ് എനർജി. എനർജി എന്ന് വെച്ചാൽ അവിടെ ഉപയോഗിക്കുന്ന വർക്കാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനെ വർക്കിലേക്ക് മാറ്റാം. therefore വർക്ക് W is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, V into Q ആണ്. ദെൻ V നമുക്കറിയാം 6 വോൾട്ടാണ് തന്നിട്ടുണ്ട്, ഒരു കൂളമ്പ് ചാർജാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ therefore ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into 1 ദാറ്റ് ഈസ് 6 ജൂൾ അല്ലേ. അപ്പോൾ 6 ജൂൾ എനർജി കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഓരോ കൂളമ്പ് ചാർജിനെ നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ആൻസർ ഈസ് 6 ജൂൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതുപോലെ തന്നെ സർക്യൂട്ട് ഡയഗ്രാം, സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ എങ്ങനെയാണ് സിമ്പിൾസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.